നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശ കൊടിമുടിയേറി കൊട്ടിക്കലാശം. പരസ്യ പ്രചാരണം സമാപിച്ചു. വിജയപ്രതീക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. പ്രവർത്തകരെ ആവേശത്തിലാക്കി മണിക്കൂറുകൾ നീണ്ടുനിന്ന കൊട്ടിക്കലാശത്തോടെയാണ് പരസ്യ പ്രചാരണം സമാപിച്ചത്. സുതാര്യവും സുഗമവുമായ തെരഞ്ഞെടുപ്പിന് ജില്ലയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട അറിയിച്ചു. 9 രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് പോളിംഗ്. ജില്ലയിലെ എല്ലാ സമ്മതിദായകരും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് ജില്ലാ കളക്ടർ. രാജകുമാരി പഞ്ചായത്തിൽ വ്യാപകമായി ഇരട്ട വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം രംഗത്ത്. രാജകുമാരി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുകളുണ്ടെന്നും നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നും കോൺഗ്രസ്. വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 83,998 വോട്ടർമാരുടെ കുറവ്. വിശദമായ വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശ കൊടിമുടിയേറി കൊട്ടിക്കലാശം. പരസ്യപ്രചാരണം സമാപിച്ചു. ഇനി ഒരു ദിവസം നിശബ്ദ പ്രചാരണം. വിജയപ്രതീക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. പ്രവർത്തകരെ ആവേശത്തിലാക്കി മണിക്കൂറുകൾ നീണ്ടുനിന്ന കൊട്ടിക്കലാശത്തോടെയാണ് പരസ്യപ്രചാരണം സമാപിച്ചത്. വിവരങ്ങളുമായി ഷിനു വളകോട് ചേരുന്നു. ഷിനു, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കഴിഞ്ഞ മാർച്ച് അവസാനത്തോടെ ആരംഭിച്ച പരസ്യപ്രചരണത്തിന് വളരെ ആവേശോജ്വലമായ കൊട്ടിക്കലാശത്തോടെയാണ് സമാപനം കുറിച്ചിരിക്കുന്നത്. ഇടത് വലത് മുന്നണികളും അതോടൊപ്പം തന്നെ NDAയും സ്വതന്ത്രരും ഒക്കെ വളരെ ആവേശോജ്വലമായ കൊട്ടിക്കലാശമാണ് സംഘടിപ്പിച്ചത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന കൊട്ടിക്കലാശം ഇന്ന് 6 മണിയോടെയാണ് അവസാനിച്ചത്. ഇന്നത്തെ ഒരു ദിവസം നാളെ നിശബ്ദ പ്രചരണവും അതിനുശേഷം കേരളം പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇടത് വലത് മുന്നണികൾക്കും അതോടൊപ്പം തന്നെ NDAയ്ക്കും ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 10 വർഷമായി നഷ്ടപ്പെട്ടു പോയ ഭരണം എങ്ങനെയും നിലനിർത്തുവാൻ, എങ്ങനെയും തിരിച്ചുപിടിക്കുവാൻ UDFും ഈ ഭരണം എങ്ങനെയും നിലനിർത്തുവാൻ LDFും അതോടൊപ്പം തന്നെ NDAയ്ക്ക് അവർക്ക് അക്കൗണ്ട് തുറക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ ശക്തി തെളിയിക്കുകയും വേണം. വളരെ ആവേശോജ്വലമായ പ്രചരണങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. അതോടൊപ്പം തന്നെ മിക്ക മണ്ഡലങ്ങളിലും ദേശീയ സംസ്ഥാന നേതാക്കന്മാർ എത്തിച്ചേരുകയുണ്ടായി. ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത്. ഇത്തവണ കേരളത്തിന്റെ ജനമനസ് ആർക്കൊപ്പമാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സുതാര്യവും സുഗമവുമായ തെരഞ്ഞെടുപ്പിന് ജില്ലയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട അറിയിച്ചു. 9 രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് പോളിംഗ്. ജില്ലയിലെ എല്ലാ സമ്മതിദായകരും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ കളക്ടർ അഭ്യർത്ഥിച്ചു. ജില്ലയിലെ ആകെ വോട്ടർമാർ 8,05,427 ആണുള്ളത്. ഇതിൽ 3,97,586 പുരുഷന്മാരും 4,783 സ്ത്രീകളും 8 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി 6,460 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. 1,614 പ്രീസൈഡിംഗ് ഓഫീസർമാർ, 1,614 ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർ, 3,232 സെക്കൻഡ് തേർഡ് ഓഫീസർമാർ എന്നിങ്ങനെയാണ് നിയമനം. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ യാത്രാ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതുമായി ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും വിതരണ കേന്ദ്രങ്ങളിലേക്ക് ചൊവ്വാഴ്ച 35 KSRTC ബസ്സുകൾ സ്പെഷ്യൽ സർവീസ് നടത്തും. 9 തീയതി ഏപ്രിൽ 9 രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. ജില്ലയിലെ എല്ലാ സമ്മതിദായകരും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ജില്ലയിൽ നമുക്ക് ആകെ 4,07,833 സ്ത്രീകളും 3,97,556 പുരുഷന്മാരും 8 ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെ 8,05,427 വോട്ടർമാരാണ് നമുക്കുള്ളത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് 6,460 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഇത് റിസർവ് ഉൾപ്പെടെയാണ്. ഇതുകൂടാതെ എല്ലാ ബൂത്തുകളിലും BLOമാരുടെ സേവനവും ലഭ്യമാണ്. ഇതുകൂടാതെ പോലീസിൻ്റെ ആവശ്യമായ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. ജില്ലയിൽ 1076 പോളിംഗ് സ്റ്റേഷനാണുള്ളത്. ഇവയുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലാകെ
76 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. ഇവയുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ നിയന്ത്രിക്കുന്ന 38 ബൂത്തുകളും 14 മോഡൽ പോളിംഗ് സ്റ്റേഷനുകളും ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ ബൂത്തുകളും ഭിന്നശേഷി സൗഹൃദമാണ്. തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ 229 പോളിംഗ് ബൂത്തുകളിൽ മുതിർന്ന പൗരന്മാർ ആദ്യ വോട്ട് രേഖപ്പെടുത്തും. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. രാജകുമാരി പഞ്ചായത്തിൽ വ്യാപകമായി ഇരട്ട വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം രംഗത്ത്. രാജകുമാരി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുകളുണ്ടെന്നും ഇതിനെതിരെ ഇലക്ഷൻ കമ്മീഷനിലും ഹൈക്കോടതിയിലും പരാതി നൽകിയിട്ടുണ്ടെന്നും നിയമ നടപടികളുമായി മുമ്പോട്ടു പോകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാജകുമാരി പഞ്ചായത്തിലെ 16, 17, 18, 19, 20 ബൂത്തുകളിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള രാജകുമാരി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള 100-ലധികം വോട്ടർമാർക്ക് തമിഴ്നാട്ടിലെ ബോഡി നായ്ക്കന്നൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 86, 87, 88, 210, 216, 217, 338 പട്ടികയിൽ പേരുള്ളവരാണ്. SIR പ്രകാരം സത്യവാങ്മൂലം നൽകിയാണ് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ച 2 സംസ്ഥാനത്തും വോട്ടർ ലിസ്റ്റിൽ ഇവരുടെ പേരുണ്ടെന്നത് കൂടാതെ 2 ആധാർ കാർഡുകളും ഇവർ കരസ്ഥമാക്കിയിട്ടുണ്ടെന്നതും ഇത് ക്രിമിനൽ കുറ്റമാണെന്നുമാണ് കോൺഗ്രസിന്റെ പരാതി. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ ബൂത്ത് നമ്പർ 16, 17, 18, 19, 20 എന്നീ ബൂത്തുകളിൽ SIRന്റെ ഫൈനൽ പട്ടിക വന്നപ്പോൾ ആ പട്ടികയിൽ പേരുള്ള പലർക്കും തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ ബോഡി നായ്ക്കന്നൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 78, 86, 87, 88, 217, 210, 216, 338 എന്നീ ബൂത്തുകളിലെ അവിടുത്തെ SIRന്റെ ഫൈനൽ പട്ടികയിൽ പേരുള്ളവരാണ്. SIR പ്രകാരം ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളതാണ് നിയമപരമായ കാര്യങ്ങൾ. ഒരു സ്ഥലത്ത് ഒരു വോട്ട്, അതേ ഉള്ളൂ. പക്ഷേ ഇത് 2 സ്ഥലത്തും പേർക്ക് വോട്ടവകാശം നേടിയെടുത്തിരിക്കുകയാണ്. അത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. ഇതിനായി നിരവധി തവണ ഞങ്ങൾ കരട് പട്ടിക വന്നപ്പോൾ മുതൽ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു. ഇലക്ഷൻ അടുത്തിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് ഫൈനൽ പട്ടിക കിട്ടിയത്. ആയതിനാൽ നമുക്കിപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ കഴിയാതെ അവർക്കൊരു നടപടിക്രമങ്ങളിലേക്ക് പോകില്ല എന്നുള്ള നിർദ്ദേശമാണ് കിട്ടിയത്. ആയതിനാൽ റിട്ടേണിംഗ് ഓഫീസറെ കാണുകയും റിട്ടേണിംഗ് ഓഫീസർ അതിന് ഭാഗമായി പോളിംഗ് ഓഫീസർമാർക്ക് ഈ ക്രമ നമ്പറുകൾ മാർക്ക് ചെയ്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോളിംഗ് ബൂത്തുകളിൽ വരുന്ന അവരോട് വോട്ട് ചെയ്യുന്നവരെ മാർക്ക് ചെയ്തിട്ട് അവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാനാണ് കിട്ടിയ നിയമോപദേശം. അതനുസരിച്ചിട്ട് ഞങ്ങൾ ക്രിമിനൽ നടപടി സ്വീകരിക്കും എന്നാണ് പറയുന്നത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രസ്തുത വോട്ടർ പട്ടികയിൽ മാർക്ക് ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്നും അതുപ്രകാരം പോളിംഗ് ബൂത്തുകളിൽ റിട്ടേണിംഗ് ഓഫീസർമാർക്കും ബൂത്ത് ഓഫീസർമാർക്കും ക്രമനമ്പറുകൾ നൽകിയിട്ടുണ്ട്. ആദ്യം വോട്ട് ചെയ്യുന്ന സ്ഥലത്തെ വോട്ട് നിലനിർത്തി മറ്റേ വോട്ടർ പട്ടികയിലെ വോട്ട് ക്യാൻസൽ ചെയ്യുന്നതും തെറ്റായ സത്യവാങ്മൂലം നൽകി ഇരട്ട വോട്ടുകൾ ചേർത്തതിന് വോട്ടർമാരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും കിട്ടിയ നിർദ്ദേശമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ട്, ബ്ലോക്ക് പ്രസിഡന്റ് MB ജോസ്, ബോസ് പൊത്തയ്യത്ത്, സുനിൽ വാരിക്കാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. LDF പ്രകടന പത്രികയിലെ പശ്ചിമഘട്ട സംരക്ഷണവും ബഫർ സോൺ നിർദ്ദേശങ്ങളും ചർച്ചയായിരിക്കെ അതിനെതിരെ പ്രതിപക്ഷവും കർഷക സംഘടനകളും ശക്തമായി രംഗത്തെത്തി. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിൽ നിന്ന് മുൻപ് ഒഴിവാക്കിയിരുന്ന പരിസ്ഥിതി നിയന്ത്രണങ്ങൾ വീണ്ടും കൊണ്ടുവരാനാണ് LDFന്റെ ശ്രമമെന്നാണ് പ്രധാന ആരോപണം. പ്രകടന പത്രികയിൽ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളെ വ്യക്തമായി തിരിച്ചറിയുകയും അത്തരം മേഖലകളിൽ നിയന്ത്രിത വികസനം മാത്രമേ അനുവദിക്കൂവെന്നും വ്യക്തമാക്കുന്നു. ESA, EFL കൂടാതെ ഇക്കോളജിക്കലി സെൻസിറ്റീവ് സ്ലോപ്പുകൾ എന്നിവയിൽ പരിസ്ഥിതി സംരക്ഷണവും ഭൂവിനിയോഗ നിയന്ത്രണവും ശക്തമാക്കുമെന്നതാണ് പ്രധാന നിർദ്ദേശം. അവശേഷിക്കുന്ന വനങ്ങളെ സംരക്ഷിക്കാൻ ആവാസ വ്യവസ്ഥാ പരിപാലന രീതികൾ സ്വീകരിക്കുമെന്നും എല്ലാ റിസർവ് വനമേഖലകളിലും കോർ സോണിന് ചുറ്റും ബഫർ സോൺ രൂപീകരിച്ച നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു.
ഇക്കോ ടൂറിസം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ മൂന്നാമത്തെ സോണായ ഔട്ടർ സോണിൽ നിയന്ത്രണങ്ങളോടെ മാത്രമേ അനുവദിക്കൂവെന്നും വ്യക്തമാക്കുന്നു. കൂടാതെ ഏകവിള തോട്ടങ്ങളെ ഘട്ടം ഘട്ടമായി സ്വാഭാവിക വനങ്ങളാക്കി മാറ്റാൻ മിഷൻ ഇക്കോ റീസ്റ്റോറേഷൻ നടപ്പിലാക്കുമെന്നും നിർദ്ദേശിക്കുന്നു. ഈ നിർദ്ദേശങ്ങളാണിപ്പോൾ കർഷക സംഘടനകളും പ്രതിപക്ഷവും ആശങ്കയോടെ കാണുന്നത്. ഇത്രയും മരണങ്ങളും ഇത്രയും കൃഷിനാശവും ഉണ്ടായിട്ടും അവധാനതയോടെ കണ്ട ഗവൺമെൻറ് ഇപ്പോഴിതാ ഇലക്ഷൻ രംഗത്തേക്ക് വന്നപ്പോഴേക്കും ഇലക്ഷൻ രംഗത്ത് വളരെ മോശമായ രീതിയിൽ നമ്മുടെ മലയോര മേഖലയെ വീണ്ടും കുരുക്കിലാക്കുന്ന ഒരു പ്രകടന പത്രിക ഇറക്കിയിരിക്കുന്നു. ആ പ്രകടന പത്രികയിൽ പറയുന്നത് കോർ ബഫർ സോൺ, അതുപോലെ തന്നെ ബഫർ സോൺ, പിന്നെ മാനിപ്പുലേഷൻ സോൺ തുടങ്ങിയിട്ടുള്ള മൂന്നായി തിരിച്ചുകൊണ്ട് വനമേഖലയ്ക്ക് സമീപത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളെയും ഏതാണ്ട് 10 കിലോമീറ്റർ ഏരിയൽ ഡിസ്റ്റൻസിൽ വരുന്ന ആളുകൾ ഇനി കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കർഷക വിരുദ്ധ വനവൽക്കരണ നയങ്ങളാണ് LDF പ്രകടന പത്രികയിലുള്ളതെന്ന് അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പറഞ്ഞു. ഈ 2-ാം തീയതി പുറത്തിറക്കിയ ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രിക അവർ ലക്ഷ്യമിടുന്ന നിഗൂഢ അജണ്ട വെളിച്ചത്ത് കൊണ്ടുവരുന്നതായിരുന്നു. ഇവിടെ മലഞ്ചെരുവുകളും പഴയകാല ഉപേക്ഷിക്കപ്പെട്ട ESZ അടക്കമുള്ള ESZ അടക്കമുള്ള അതുപോലെ തന്നെ മലഞ്ചെരുവുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് ഈ പ്രകടന പത്രിക മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇത് മലയോരത്തെ പശ്ചിമഘട്ടത്തെ അടക്കമുള്ള ജനജീവിതത്തെ, കൃഷിയെ അതിഗുരുതരമായി ബാധിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് മലയോര ജനതയോട് വളരെയേറെ ഏറ്റുമുട്ടുന്ന സമീപനമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം കാലം കൊണ്ട് തന്നെ ജീവിതം അസാധ്യമാക്കിയ മലയോര മേഖലയുടെ അവസ്ഥ അതിഗുരുതരമായ ആത്മഹത്യാ ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിലാണ് ഒരു മനസാക്ഷിയുമില്ലാതെ ഈ പിണറായി ഗവൺമെൻറ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന പ്രകടന പത്രിക. LDFന്റെ പ്രകടന പത്രിക കൃത്യമായി വായിക്കാതെ ദുർവ്യാഖ്യാനം ചെയ്താണ് കർഷക സംഘടനകളെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. മുൻപ് സംരക്ഷിത മേഖലകളായി വിജ്ഞാപനം ചെയ്ത പ്രദേശങ്ങൾ അതേപടി നിലനിർത്തുമെന്നാണ് പ്രകടന പത്രികയിലുള്ളത്. ഇക്കാര്യം വ്യക്തമാക്കിയില്ലെങ്കിൽ പരിസ്ഥിതി സംഘടനകൾ വികസന പ്രവർത്തനങ്ങൾക്കെതിരെ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്. വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 83,998 വോട്ടർമാരുടെ കുറവ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8,89,425 വോട്ടർമാരാണ് പട്ടികയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് 8,05,427 വോട്ടർമാരായി കുറഞ്ഞു. ദേവികുളം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ കുറഞ്ഞത്. വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. എന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 83,998 വോട്ടർമാരുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8,89,425 വോട്ടർമാരാണ് പട്ടികയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് 8,05,427 വോട്ടർമാരായി കുറഞ്ഞു. ദേവികുളം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ കുറഞ്ഞത്. ദേവികുളത്ത് മാത്രം 27,135 വോട്ടർമാർ പട്ടികയിൽ നിന്നും പുറത്തായി. തൊടുപുഴയിലാണ് ഏറ്റവും കുറവ് വോട്ടർമാർ പുറത്തായത്. 2,869 വോട്ടർമാർ മാത്രമാണ് തൊടുപുഴയിൽ വോട്ടർ പട്ടികയ്ക്ക് പുറത്തായത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8,92,313 വോട്ടർമാരാണ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിലായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 86,886 വോട്ടർമാരാണ് നിലവിൽ പട്ടികയിൽ കുറവുള്ളത്. ദേവികുളം മണ്ഡലത്തിൽ ഇത്തവണ 1,42,265 വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. 2021 അത് 1,69,400 ആയിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിലെ വോട്ടർമാരുടെ എണ്ണം 1,66,746 ആയിരുന്നു. ഇത്തവണ ഇടുക്കിയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കടുത്ത മത്സരത്തിനാണ് കളമൊരുങ്ങിയിട്ടുള്ളത്. ദേവികുളത്താകട്ടെ കടുത്ത ത്രികോണ മത്സരവും പ്രവചിക്കപ്പെടുന്നു. വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണത്തിലൂടെ
1,00,000-ലധികം വോട്ടർമാർ വോട്ട് പട്ടികയിൽ നിന്നും പുറത്തായത് മണ്ഡലത്തിൽ മുന്നണികളുടെ വിജയസാധ്യതയെ പ്രവചനാതീതമാക്കുന്നതിൽ സംശയമില്ല. സിറ്റി വിഷൻ, രാജാക്കാട്. രാജാക്കാടിനെ ആവേശ കൊടുമുടിയിലാഴ്ത്തി NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥിന്റെ റോഡ് ഷോ നടന്നു. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത റോഡ് ഷോ രാജാക്കാട് സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ടൗൺ ചുറ്റി സമാപിച്ചു. ഉടുമ്പൻചോലയിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. സ്ഥാനാർത്ഥിക്കൊപ്പം സംസ്ഥാന ജില്ലാ നേതാക്കളും റോഡ് ഷോയിൽ പങ്കെടുത്തു. റോഡ് ഷോയ്ക്ക് മുന്നോടിയായി നടന്ന പൊതുസമ്മേളനം BJP സൗത്ത് ജില്ലാ സെക്രട്ടറി K. കുമാർ ഉദ്ഘാടനം ചെയ്തു. BJP സർക്കാർ ഈ കേരളത്തിലെ ഉടുമ്പൻചോല മണ്ഡലത്തിൽ ആയിരക്കണക്കിന് കൃഷിക്കാർക്ക് വർഷത്തിൽ 6,000 രൂപ കൊടുക്കുന്നുണ്ടില്ലേ? 6,000 രൂപ യാതൊരു ഏജന്റുമില്ലാതെ ഓരോ കൃഷിക്കാരന്റെ അക്കൗണ്ടിൽ കൂടെ 4 മാസം കൂടുമ്പോൾ മോദി സർക്കാർ കൊടുക്കുന്ന കിസാൻ സമ്മാൻ നിധി മേടിക്കുന്നുണ്ടല്ലോ. കേരള സർക്കാർ തരുന്നുണ്ടോ? 1 രൂപ കേരള സർക്കാർ തരാൻ കഴിയില്ല. മാത്രമല്ല, ഇന്ത്യയിലെ കേരളത്തിലെ റോഡ് വികസനത്തിനായി തിരുവനന്തപുരം പാറശാല മുതൽ കണ്ണൂർ വരെ കാസർഗോഡ് വരെ 14,000 കോടി രൂപയുടെ റോഡ് വികസനം നടന്നുകൊണ്ടിരിക്കുക. തുഷാർ വെള്ളാപ്പള്ളി, BJP ഉടുമ്പൻചോല മണ്ഡലം പ്രസിഡന്റ് KP അജിത്, ഉടുമ്പൻചോല മണ്ഡലം കൺവീനർ വിനു പ്രസാദ്, MS അനിൽകുമാർ, PU ജയകൃഷ്ണൻ, പ്രിൻസ് ജോസ്, KK സ്മിത, ജോണിക്കുട്ടി ഒഴികയിൽ ഡോക്ടർ പൗലിമോൾ, സെബാസ്റ്റ്യൻ, VV ബാബു, TS തങ്കച്ചൻ, സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. മൂന്നാറിൽ റോഡ് ഷോ നയിച്ച് തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ K. അണ്ണാമലൈ. ദേവികുളം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി S. രാജേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമായിരുന്നു അണ്ണാമലൈ മൂന്നാറിലെത്തിയത്. അണ്ണാമലയുടെ നേതൃത്വത്തിൽ നടന്ന റോഡ് ഷോ മൂന്നാറിൽ NDAയുടെ ശക്തി പ്രകടനമായി മാറി. ദേവികുളം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി S. രാജേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമായിരുന്നു BJP തമിഴ്നാട് മുൻ അധ്യക്ഷൻ K. അണ്ണാമലൈ മൂന്നാറിൽ എത്തിയത്. മൂന്നാറിലെത്തിയ അണ്ണാമലൈ BJP NDA പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി സ്ഥാനാർത്ഥി S. രാജേന്ദ്രനൊപ്പം റോഡ് ഷോ നയിച്ചു. പഴയ മൂന്നാറിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ടൗൺ ചുറ്റി പുതിയ മൂന്നാറിൽ മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് അണ്ണാമലൈ NDA പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ராஜேந்திரன் அவர்கள் கிட்டத்தட்ட 40 ஆண்டு காலம் கம்யூனிஸ்ட் கட்சியில் இருந்து இன்னைக்கு நம்முடைய பாரதிய ஜனதா கட்சியின் பக்கம் வந்திருக்கிறாங்கன்னா எல்லாத்தையும் பார்த்துட்டாங்க. അണ്ണാമലയുടെ നേതൃത്വത്തിൽ നടന്ന റോഡ് ഷോ മൂന്നാറിൽ NDA ശക്തി പ്രകടനമായി മാറി. 100 കണക്കിന് NDA BJP പ്രവർത്തകർ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ റോഡ് ഷോയിൽ പങ്കുചേർന്നു. K. അണ്ണാമലൈ എത്തിയതോടെ പ്രവർത്തകരുടെ തിരക്കും ആവേശവും നിയന്ത്രിക്കാൻ NDA നേതാക്കളും പോലീസും ഏറെ പണിപ്പെട്ടു. സ്ഥാനാർത്ഥി S. രാജേന്ദ്രനും മറ്റ് BJP NDA നേതാക്കളും റോഡ് ഷോയ്ക്ക് ശേഷം നടന്ന സമ്മേളനത്തിൽ സംസാരിച്ചു. സിറ്റി വിഷൻ, മൂന്നാർ. ദേവികുളം മണ്ഡലത്തിൽ NDA അധികാരത്തിലെത്തിയാൽ മണ്ഡലം നേരിടുന്ന വിവിധ വിഷയങ്ങളിൽ പരിഹാരം കാണുമെന്ന് BJP മുൻ തമിഴ്നാട് അധ്യക്ഷൻ K. അണ്ണാമലൈ. ഭൂമി പട്ടയ വിഷയങ്ങളും വന്യജീവി വിഷയവും മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. വീടില്ലാത്ത തോട്ടം തൊഴിലാളികളുടെ പ്രശ്നമടക്കം S. രാജേന്ദ്രൻ ദേവികുളം മണ്ഡലത്തിൽ വിജയിച്ചെത്തിയാൽ പരിഹരിക്കുമെന്നും K. അണ്ണാമലൈ മൂന്നാറിൽ NDA പൊതുസമ്മേളനത്തിൽ സംസാരിക്കവേ പറഞ്ഞു. பிரிட்டிஷ் இந்தியாவை விட்டு வெளியேறிய பிறகு மூணாறினுடைய பட்டண பட்டயம் தீர்வு அது நிச்சயமாக அடுத்த 5 ஆண்டு காலத்துல மத்திய அரசுடைய உதவியோடு இதை நான் தீர்ப்பேன் என்கின்ற உறுதியோடு நின்று கொண்டிருக்கின்றார். அது மட்டும் இல்ல, கேரளாவில் குறிப்பாக இந்த இடுக்கி மாவட்டத்தில் மூணார் பகுதியில இந்த பகுதியில 2021க்கு பிறகு நம்முடைய ஜாதி சான்றிதழ் வாங்குவதும் கூட கொஞ்சம் கஷ்டமாக இருக்கு. ஒரு பக்கம் கம்யூனிஸ்ட் அரசு என்னவெல்லாம் செய்ததை தடுத்து நிறுத்திக் கொண்டிருக்கின்றார்கள்.
அதனால் அரசியலமைப்பு சட்டத்தில் ஒரு திருத்தத்தை கொண்டு வந்து அதற்கான முழு முயற்சியில் இறங்குவேன் என்கின்ற நம்பிக்கையோடு நம்முடைய அண்ணன் அவர்கள் நம்முடைய கட்சியில் இணைந்து பயணம் செய்து கொண்டிருக்கின்றார்கள். அவர்களுக்கும் நீங்கள் வாய்ப்பளித்து அந்த தேர்தலை வெற்றி பெற செய்யும் பொழுது மட்டும்தான் அவருடைய குரல் டெல்லியில உரக்க கேட்கும். அதற்காக அவர் வெற்றி பெற வேண்டிய கட்டாயம் இந்த தொகுதியில் நமக்கு இருக்கிறது. அருமை சொந்தங்கள், நான் எத்தனையோ இடத்துல பார்த்திருக்கிறேன். நம்முடைய பிரதமர் அவர்கள் 2018 ஸ்ரீலங்கா போனாங்க. அங்க நுரையாளி என்கின்ற மலை பிரதேசத்துக்கு போனாங்க. நம்முடைய தமிழ் சொந்தங்கள் 250 ஆண்டுகளுக்கு முன்பு அங்க தோட்ட வேலைக்கு சென்று நுரேலியா கேண்டி பகுதியில தோட்ட தொழிலாளர்களாக இருக்கின்றார்கள். அதை பார்த்தவுடன் பிரதமர் சொன்னார், 30,000 வீடு நாங்கள் கட்டி கொடுக்கின்றோம் என்று. இலங்கையில் இருக்கக்கூடிய தமிழ் தோட்ட தொழிலாளர்களுக்கு 30,000 வீடு நாம் கட்டி கொடுத்து அதை திறந்திருக்கின்றோம். இன்னைக்கு ராஜேந்திரன் அதை ஒரு சங்கல்பமாக எடுத்திருக்கின்றார்கள். இந்த பகுதியில எல்லாம் லைன் வீடுகளாக இருக்கு. எத்தனையோ வீடுகள் பிரிட்டிஷ் காலத்தில் கட்டப்பட்ட வீடுகள். ஒரு தீ வந்தாலும் கூட அங்கே பிரச்சனை ஆகிறது. அதனால 50,000 வீடுகளை நான் பிரதமர்கிட்ட பேசி இந்த பகுதியில் இருக்கிற தோட்ட தொழிலாளர்கள் கொண்டு வருகின்றனர் என்கின்ற பெரிய உறுதிமொழியோடு அண்ணன் ராஜேந்திரன் அவர்கள் போராடி கொண்டிருக்கின்றார்கள். ദേവികുളം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി എഫ് രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആനച്ചാലിലെത്തി. തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. തെരഞ്ഞെടുപ്പിൽ UDF 100 സീറ്റിലധികം നേടി സംസ്ഥാനത്ത് അധികാരത്തിലെത്തുമെന്ന് VD സതീശൻ പറഞ്ഞു. രാവിലെ 11 മണിയോടെയായിരുന്നു ദേവികുളം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി എഫ് രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആനച്ചാലിലെത്തിയത്. ആനച്ചാൽ ടൗണിൽ ക്രമീകരിച്ചിരുന്ന പൊതുസമ്മേളന വേദിയിൽ പ്രതിപക്ഷ നേതാവ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. മഹായുദ്ധത്തിന്റെ നടുവിലാണ്. ഈ യുദ്ധം നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. ഈ 10 വർഷക്കാലത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിന്റെ പിറവി നമ്മുടെ കേരളത്തിലുണ്ടാകും. ഇവർ കേരളത്തെ തകർത്തു തരിപ്പണമാക്കി, നമ്മുടെ സംസ്ഥാനത്തെ കുട്ടിച്ചോറാക്കി. തെലങ്കാന പഞ്ചായത്ത് ഗ്രാമവികസന വകുപ്പ് മന്ത്രി ധൻസാരി അനസൂയ കൺവെൻഷനിൽ സംസാരിച്ചു. MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി എഫ് രാജ, UDFന്റെ വിവിധ നേതാക്കളും തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ സംബന്ധിച്ചു. നിരവധി UDF പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആനച്ചാലിലെത്തിയ പ്രതിപക്ഷ നേതാവിന് UDF പ്രവർത്തകർ ആവേശോജ്വലമായ സ്വീകരണമൊരുക്കി. സിറ്റി വിഷൻ, അടിമാലി. SDPI ദേവികുളം നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ അടിമാലിയിൽ നടന്നു. അടിമാലി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ SDPI സംസ്ഥാന സെക്രട്ടറി അൻസാരി ഏനാത്ത് ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തകർക്കിടയിൽ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായിട്ടായിരുന്നു SDPI ദേവികുളം നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ വിളിച്ചു ചേർത്തത്. അടിമാലി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിലായിരുന്നു കൺവെൻഷൻ നടന്നത്. SDPI സംസ്ഥാന സെക്രട്ടറി അൻസാരി ഏനാത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും ഈ രാജ്യത്ത് ഇലക്ഷൻ ഉണ്ടോ, ജനപ്രതിനിധികളെ തെരഞ്ഞെടുപ്പിലൂടെയാണോ വരുന്നതെന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പിലൂടെയാണ് വരുന്നത്. പക്ഷെ ജനാധിപത്യമുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ഗുണകരമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു നാടകമാണ്. ഇലക്ഷൻ നടക്കുന്ന ഇന്ത്യ മാത്രമൊന്നുമല്ല. ജനാധിപത്യം എന്ന് പറയുന്ന അങ്ങ് കൊറിയ ഇവിടെ നടക്കുന്നില്ല, ഉത്തര കൊറിയയിൽ ഇലക്ഷൻ നടക്കുന്നില്ല, ചൈനയിൽ നടക്കുന്നില്ലേ. SDPI മണ്ഡലം പ്രസിഡന്റ് ഫൈസാദ് കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ മജീദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷമീർ മേച്ചേരി, ജില്ലാ കമ്മിറ്റി അംഗം റഹീം, മണ്ഡല സെക്രട്ടറി അൻവർ, മണ്ഡലം ട്രഷറർ ഹനീഫ, SDPU ജില്ലാ പ്രസിഡന്റ് നജീം നെടുങ്കണ്ടം, ബിന്ദു രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, അടിമാലി. മറ്റു വാർത്തകൾ ചെറിയൊരു ഇടവേളയ്ക്കു ശേഷം. വീട് പണി മുടങ്ങി കിടക്കുവാണല്ലേ? അതെ സ്വാമി, അടുത്ത മാസം ചേട്ടന് ഗൾഫിലേക്ക് തിരിച്ചു പോണ്ടതാ. ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ ഒരു ലോക്കൽ കോൺട്രാക്ടറെ പണി ഏൽപ്പിച്ച് ഇപ്പൊ പണിയിൽ നിന്ന് എന്റെ പണവും പോയി. ഇതിന് എന്തെങ്കിലും പരിഹാരം കാണുന്നുണ്ടോ സ്വാമി? അതിനെന്തിനാ കബഡി നിർത്തി നോക്കുന്നത്? നമ്മുടെ ചോയ്സ് ബിൽഡേഴ്സിനെ ഏൽപ്പിച്ചാ പോരെ. അവരാകുമ്പം കൃത്യസമയത്ത് വീട് പണിത് താക്കോല് നമ്മുടെ കൈ തരും. ബെസ്റ്റ് ചോയ്സാ. വീട് പണിയാൻ നല്ല സമയമാണോ എന്ന് സംശയമുണ്ടോ? വീട് പണി ഏൽപ്പിക്കുന്നത് ചോയ്സ് ബിൽഡേഴ്സിനെ ആണെങ്കിൽ സമയം ഒരു പ്രശ്നമേ അല്ല. പ്ലാൻ വരച്ച് പെർമിറ്റ് എടുത്ത് 3D ഡിസൈൻ ചെയ്ത്
കൃത്യസമയത്ത് പണിത് താക്കോൽ അവർ കൈത്തരും. ചോയ്സ് ബിൽഡേഴ്സ് ആണോ? കെട്ടിടം പണിയിൽ ടോപ്പാ ചോയ്സ് ബിൽഡേഴ്സ്. നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് ബിൽഡേഴ്സ്, കെട്ടിടം പണിയിലെ ബെസ്റ്റ് ചോയ്സ്. ഒന്നര പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. തോരാമഴയിൽ ആവേശം ചോരാതെ അടിമാലിയിൽ LDF റോഡ് ഷോ. ദേവികുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A രാജയുടെ പ്രചാരണാർത്ഥമായിരുന്നു LDF പ്രവർത്തകർ റോഡ് ഷോ നയിച്ചത്. പാട്ടും നൃത്തവുമായി നിരവധി പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കുചേർന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം ക്ലൈമാക്സിലേക്ക് എത്തിയതോടെ LDF പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി അടിമാലിയിൽ LDF പ്രവർത്തകരുടെ റോഡ് ഷോ നടന്നു. അപ്രതീക്ഷിതമായി എത്തിയ മഴ തോരാതെ വന്നതോടെ മഴയിലും ആവേശം ചോരാതെയായിരുന്നു ദേവികുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A രാജയുടെ പ്രചരണാർത്ഥം LDF പ്രവർത്തകർ റോഡ് ഷോ നയിച്ചത്. പാട്ടും നൃത്തവുമായി നിരവധി പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കുചേർന്നു. കാംഗോ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചു. DYFI, AIYF തുടങ്ങി LDFന്റെ ഭാഗമായ വിവിധ യുവജന സംഘടനകളുടെ മണ്ഡലത്തിലെ നേതാക്കൾ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ 4 തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതിനൊപ്പം നിന്ന ദേവികുളത്തെ ഇത്തവണയും ഇടത്തോട്ട് തന്നെ ചേർത്ത് നിർത്താമെന്ന പ്രതീക്ഷയിലാണ് മണ്ഡലത്തിലെ LDF പ്രവർത്തകർ. സിറ്റി വിഷൻ, അടിമാലി. RSSനെ നേരിടുക, RSSനെ ഇല്ലാണ്ടാക്കുക എന്നതല്ല SDPIയുടെ ലക്ഷ്യമെന്ന SDPI സംസ്ഥാന സെക്രട്ടറി അൻസാരി അയനാത്ത. ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വീകരിക്കേണ്ടുന്ന രാഷ്ട്രീയ നിലപാട് വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. ഈ രാജ്യത്തെ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് നീതിയും അവകാശവും ലഭിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് SDPI നടത്തുന്നതെന്നും അൻസാരി അയനാത്ത അടിമാലിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇടുക്കിയിലെ 5 മണ്ഡലം ഉൾപ്പെടെ ഏകദേശം സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളുടെ നിലപാട് സംസ്ഥാന പ്രസിഡന്റ് പറയും. നമ്മൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത് നിയമസഭാ മണ്ഡലം മാത്രമാണ്. അവിടെ LDFന് പിന്തുണ കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റു മണ്ഡലങ്ങൾ സെക്രട്ടറിന് ശേഷം സംസ്ഥാന പ്രസിഡന്റ് അറിയിക്കുന്നതായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം BJP ശക്തി ആർജിക്കുന്ന മണ്ഡലം, BJPക്ക് ശക്തിയില്ലാത്ത മണ്ഡലം എന്ന് വേർതിരിച്ചൊരു പാർട്ടിയല്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല SDP നടത്തുന്നത്. SDP രൂപീകരിച്ചത് RSS BJP ഭരിക്കുമ്പോഴുമല്ല, കോൺഗ്രസ് അന്ന് ഭരിക്കുമ്പോഴാണ്. അപ്പം SDPയുടെ ലക്ഷ്യം RSSനെ നേരിടുക, RSSനെ ഇല്ലാതാക്കുക എന്നതല്ല. RSS നാളെ നിരോധിച്ചാൽ അതിൻ്റെ പിറ്റേന്ന് SDP നിരോധിക്കില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും SDPയുടെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഈ രാജ്യത്തുണ്ട്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അത് ഈ രാജ്യത്തെ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് അവകാശവും നീതിയും ലഭിക്കുന്ന നിലയിലേക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. അവിടെ SDP വരുമ്പോൾ അവരുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാകുന്നില്ല. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ സ്ത്രീ വിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധം ശക്തം. വേദിയിലുണ്ടായിരുന്ന UDF സ്ഥാനാർത്ഥി റോയ് കെ പൗലോസ് ഈ പ്രസംഗം തടയാൻ ശ്രമിക്കാതിരുന്നതും
പ്രതിഷേധത്തിന് ആക്കം കൂട്ടി. സ്ത്രീത്വത്തെ അപമാനിച്ച മാത്യുവിനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പോലീസിൽ പരാതി നൽകി. മഹിളാ സംഘടനകളും ഇടതുമുന്നണിയും പ്രതിഷേധം കടുപ്പിച്ചതോടെ വിഷയത്തിൽ UDF ക്യാമ്പും കടുത്ത പ്രതിരോധത്തിൽ. UDF സ്ഥാനാർത്ഥി റോയി കെ പൗലോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ DCC പ്രസിഡന്റ് CP മാത്യു നടത്തിയ പ്രസംഗമാണ് ഇടുക്കിയിൽ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നത്. സംഭവത്തിൽ CPIM നേതാവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ ലിസി ജോസ് പോലീസിനെ സമീപിച്ചു. തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതിനും കേരളത്തിലെ സ്ത്രീത്വത്തെ ആകെ അപമാനിച്ചതിനും CP മാത്യുവിനെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാണ് DYSPക്ക് നൽകിയ പരാതിയിലെ പ്രധാന ആവശ്യം. UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും സന്നിഹിതരായ വേദിയിലായിരുന്നു CP മാത്യുവിന്റെ വിവാദ പ്രസംഗം. പരസ്യമായി ഒരു സ്ത്രീയെയും അവരുടെ സമുദായത്തെയും അപമാനിക്കുന്നത് കേട്ടിട്ടും പ്രസംഗം നടത്താൻ വേദിയിലുള്ള ആരും ആവശ്യപ്പെട്ടില്ല എന്നത് കോൺഗ്രസ് നേതാക്കളുടെ സ്ത്രീവിരുദ്ധ മനോഭാവമാണ് വ്യക്തമാക്കുന്നതെന്ന് മഹിളാ അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. CP മാത്യു നടത്തിയിരിക്കുകയാണ്. ഈ പ്രസംഗം നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ പ്രസംഗ വേദിയിൽ ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന റോയി കെ പൗലോസും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വേദിയിലാണ് ഈ സ്ത്രീ പരാമർശം, ഇതുപോലെ സ്ത്രീത്വത്തെ അപമാനിക്കത്തക്ക രീതിയിലുള്ള പരാമർശം നടത്തിയത്. ആ ഒപ്പം പ്രസംഗത്തിൽ കാലങ്ങളായി പൊതുരംഗത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തക എന്ന നിലയ്ക്ക് എൻ്റെ പിതൃത്വത്തെ പോലും എൻ്റെ അച്ഛൻ ആരാണ് എന്ന് പോലും അവൻ ആ പ്രസംഗത്തിൽ CP മാത്യു പ്രതിപാദിക്കുകയുണ്ടായി. സംഭവം വലിയ ചർച്ചയായതോടെ UDF നേതൃത്വം കടുത്ത വെട്ടിലായിരിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിരിക്കുന്ന നേതാവിൽ നിന്ന് ഇത്തരം പരാമർശങ്ങളുണ്ടായത് ന്യായീകരിക്കാനാവാത്ത അവസ്ഥയിലാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. CP മാത്യുവിനെതിരെ കേസെടുക്കുന്നതുവരെ ശക്തമായ നിയമ പോരാട്ടവും പ്രതിഷേധ പരിപാടികളും തുടരാനാണ് മഹിളാ അസോസിയേഷന്റെയും ഇടതുപക്ഷത്തിന്റെയും തീരുമാനം. ഇതിനിടെ ആദിവാസി ക്ഷേമ സമിതി ഇടുക്കി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും CP മാത്യുവിന്റെ കോലം കത്തിക്കുകയും ചെയ്തു. സിറ്റി വിഷൻ ഇടുക്കി. ആദിവാസി ക്ഷേമ സമിതി ഇടുക്കി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ ആദിവാസി വിരുദ്ധ പരാമർശത്തിനെതിരെയായിരുന്നു മാർച്ച്. മരിയാപുരം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് DCC ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ഇടുക്കി വാഴത്തോപ്പിൽ ഇടുക്കി നിയോജക മണ്ഡല സ്ഥാനാർത്ഥി റോയി കെ പൗലോസിന്റെ മണ്ഡല പര്യടനത്തിനിടയിലാണ് DCC പ്രസിഡന്റ് CP മാത്യു ആദിവാസി വിരുദ്ധ പരാമർശം നടത്തിയത്. ആദിവാസി നേതാവിനോട് ബ്ലൗസ് വലിച്ചു കീറാൻ താൻ നിർദ്ദേശിച്ചു എന്നായിരുന്നു മാത്യുവിന്റെ പരാമർശം. ഇതിനെതിരെ വിവിധ ആദിവാസി സംഘടനകൾക്കിടയിലും ആദിവാസി സമൂഹത്തിനിടയിലും വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. ഇടുക്കിയിൽ DCC ഓഫീസിലേക്ക് ആദിവാസി ക്ഷേമ സമിതി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് CP മാത്യുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കണമെന്നാണ് ഏരിയ കമ്മിറ്റിയുടെ ആവശ്യം. പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി CP മാത്യുവിന്റെ കോലം കത്തിച്ചു. AKS ജില്ലാ സെക്രട്ടറി KU വിനു സമരപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. CP മാത്യു വിവാദ പരാമർശം നടത്തുമ്പോൾ വേദിയിലുണ്ടായിരുന്ന റോയി പൗലോസ് ഊറിച്ചിരിക്കുകയായിരുന്നു എന്നത് ഗുരുതരമായ തെറ്റാണെന്ന് KU വിനു പറഞ്ഞു. PKS ജില്ലാ സെക്രട്ടറി KG സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കന്മാരായ KA ബാബു, EP രവി തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്ത്രീവിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ട ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇടുക്കി DYSPയുടെ മുൻപിൽ പരാതി സമർപ്പിച്ചു. ആദിവാസി വിരുദ്ധ പരാമർശത്തിൽ CP മാത്യുവിനെതിരെ ആദിവാസി ക്ഷേമ സമിതി ഇടുക്കി SPക്കും പരാതി നൽകിയിട്ടുണ്ട്. സിറ്റി വിഷൻ ഇടുക്കി. ഇടുക്കി രൂപത കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷന്റെ പന്തൽ കാൽനാട്ടുകർമ്മം നടത്തി. രാജാക്കാട് ക്രിസ്തുരാജ് ഫൊറോനാപ്പള്ളി വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചിറക്കൽ കാൽനാട്ടുകർമ്മം നിർവഹിച്ചു. ഏപ്രിൽ 15 മുതൽ 19 വരെ രാജകുമാരി ദേവമാതാ പള്ളിയിൽ നടക്കുന്ന ഇടുക്കി രൂപത കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷന്റെ പന്തൽ കാൽനാട്ടുകർമ്മം നടത്തി. രാജാക്കാട് ക്രിസ്തുരാജ് ഫൊറോനാപ്പള്ളി വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചിറക്കൽ വെഞ്ചിരിപ്പ് നടത്തി. കാൽനാട്ടുകർമ്മം നിർവഹിച്ചു.
എല്ലാ ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 9 വരെയാണ് കൺവെൻഷൻ. അണക്കര മരിയൻ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളൻമാനൽ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കൺവെൻഷൻ ഇടുക്കി രൂപത ബിഷപ്പ് മാർജോൺ നെല്ലിക്കുന്നിൽ ഉദ്ഘാടനം നിർവഹിക്കും. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ, മോൺസിഞ്ഞോർ എബ്രഹാം ബിറയാറ്റ് എന്നിവർ നേതൃത്വം നൽകും. കൺവെൻഷന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നും വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകിയെന്നും ജനറൽ കൺവീനർ മോൺസിഞ്ഞോർ ജോസ് നരിതൂക്കിൽ അറിയിച്ചു. കാൽനാട്ട് കർമ്മത്തിൽ കൺവീനർ ഫാദർ വിൻസെന്റ് വാളിപ്ലാക്കൽ, രാജാക്കാട് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ സെബാസ്റ്റ്യൻ മച്ചുകാട്ട്, രാജകുമാരി പള്ളി അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ അലക്സ് ചേന്നംകുളം, ഫാദർ ടോണി കുഴുപ്പിൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടുക്കി വാഴത്തോപ്പ് പഞ്ചായത്തിലെ പകിട്ടാനിൽ ഇടിമിന്നൽ വലിയ നാശനഷ്ടങ്ങൾ വിധിച്ചു. കളപ്പുരയ്ക്കൽ ഷാജുവിന്റെ വീടിനാണ് മിന്നലേറ്റ സർവീസ് വയറുകളും മീറ്ററും ഉൾപ്പെടെ പൂർണ്ണമായും കത്തിനശിച്ചത്. ശനിയാഴ്ച വൈകിട്ടാണ് മണിയാറൻകുടിക്ക് സമീപം പകിട്ടാനിൽ ഇടിമിന്നൽ നാശം വിതച്ചത്. വൈദ്യുതി സർവീസ് ലൈനുകൾ കത്തിനശിച്ചതോടൊപ്പം വീടിന്റെ തറയിലെ ടൈലുകൾ ഇളകി മുറ്റത്തെയും തൊഴുത്തിലെയും കോൺക്രീറ്റുകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. തൊഴുത്തിലുണ്ടായിരുന്ന പശു ഭാഗ്യവശാൽ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. മിന്നലിന്റെ ആഘാതത്തിൽ TV, ഫാൻ, ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. വീടിന്റെ പരിസരത്തും കൃഷിയിടത്തും തീപിടുത്തവും ഭൂമിക്ക് വിള്ളലും ഉണ്ടായതായി വാർഡ് മെമ്പർ CB തകരപ്പിള്ളി പറയുന്നു. ഇടിയേറ്റു, വീടിന് ഇടിയേറ്റിട്ട് വയറ് മുഴുവൻ കത്തിപ്പോയി, സർവീസ് വയർ കത്തി, അതുപോലെ തന്നെ തൊഴുത്തിൽ ഇടിവെട്ടി, വീട് പറമ്പിൽ തീ പിടിച്ചു. ഒപ്പം വീട്ടിലുണ്ടായിരുന്ന വയറിംഗ് എല്ലാം കത്തിപ്പോയി. അതുപോലെ ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം കത്തി നശിച്ചിരിക്കുന്നു. എന്തായാലും ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ടു. അവർക്ക് യാതൊരു കുഴപ്പമുണ്ടായില്ല. ഇടിമിന്നലിന് ചെറിയ ഷോക്ക് ഉണ്ടായി. അവരേതായാലും അതിൻ്റെ വെപ്രാളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ആരെയും വിളിച്ചറിയിക്കാൻ താമസം വന്നത് അതുകൊണ്ടാണ്. എന്നാ സംഭവിച്ചെന്ന് അവർക്കൊരു മനസ്സിലായില്ല. പെട്ടെന്ന് കറണ്ടും പോയി, എല്ലാം ആയി കഴിഞ്ഞിട്ട് ഇന്ന് നേരം എടുത്തു കഴിഞ്ഞപ്പോൾ ശരിക്കും അവരെ ഷോക്കിൽ നിന്ന് മാറിയത്. അപകട വിവരം വൈകിയാണ് പുറത്തറിയുന്നത്. വൈദ്യുതി വകുപ്പിന് വിവരം അറിയിച്ചിട്ടും 24 മണിക്കൂർ കഴിഞ്ഞിട്ടും സ്ഥലത്തെത്തി പരിശോധന നടത്തിയില്ലെന്ന ആരോപണം ഉയരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. സിറ്റി വിഷൻ, ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,735 രൂപ, പവന് 1,09,880 രൂപ, വെള്ളി ഗ്രാമിന് 255 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശ കൊടിമുടിയേറി കൊട്ടിക്കലാശം. പരസ്യ പ്രചാരണം സമാപിച്ചു. വിജയപ്രതീക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. പ്രവർത്തകരെ ആവേശത്തിലാക്കി മണിക്കൂറുകൾ നീണ്ടുനിന്ന കൊട്ടിക്കലാശത്തോടെയാണ് പരസ്യ പ്രചാരണം സമാപിച്ചത്. സുതാര്യവും സുഗമവുമായ തെരഞ്ഞെടുപ്പിന് ജില്ലയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട അറിയിച്ചു. 9 രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് പോളിംഗ്. ജില്ലയിലെ എല്ലാ സമ്മതിദായകരും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് ജില്ലാ കളക്ടർ. രാജകുമാരി പഞ്ചായത്തിൽ വ്യാപകമായി ഇരട്ട വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം രംഗത്ത്. രാജകുമാരി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുകളുണ്ടെന്നും നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നും കോൺഗ്രസ്. വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 83,998 വോട്ടർമാരുടെ കുറവ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.